ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് കോന്നി പ്രമാടം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഇൻഡോർ സ്റ്റേഡിയം, അതിൻ്റെ ഡീറ്റെയിൽസും അതുമായിട്ട് അതിൻ്റെ ചുറ്റാകെയുള്ള ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകും. കൂട്ടുകാരെ, ഇപ്പം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ പത്തനംതിട്ട പോകുന്ന വഴിയാണ് കേട്ടോ. പത്തനംതിട്ട പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇൻഡോർ സ്റ്റേഡിയം, അവിടെ പ്രമാടത്തുള്ളൊരു ഇൻഡോർ സ്റ്റേഡിയവും അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ വനജ ടീച്ചറെ എന്ന് വിളിക്കുന്ന നമ്മുടെ ഒരാളുണ്ടല്ലോ, സുജിത്ത് കോന്നി ചേട്ടൻ്റെ ഒരു പുഴുക്കടയുണ്ട്. നമ്മൾ അവിടെയും കൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്കുള്ള ഞങ്ങളെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല പച്ചപ്പല്ലേ, തെങ്ങും പിന്നെ ഒരുപാട് നല്ല പച്ചപ്പ് പിടിച്ച മരങ്ങളും, നല്ല ഒരു വനപ്രദേശമെന്ന് പറയാൻ കഴിയത്തില്ല, എന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലം. അപ്പോൾ ആ സ്ഥലത്താണ് നമ്മളിതാ ഇപ്പോൾ ഇവിടെ നേരെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ മുൻവശത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇൻഡോർ സ്റ്റേഡിയം, രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം കേട്ടോ. ഇത് പ്രമാടം എന്ന് പറയുന്ന സ്ഥലത്തുള്ള രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയമാണ്. ഇതിൻ്റെ ബാക്ക് ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് നമ്മുടെ കോന്നിയിൽ നിന്നും പ്രമാടം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് വരുമ്പോഴത്തേക്ക് അവിടെയാണ് ഈ ഇൻഡോർ സ്റ്റേഡിയം ഉള്ളത് കേട്ടോ. നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ അടച്ചിട്ടുണ്ട്, അതുകൊണ്ട് അകത്ത് നമുക്ക് കയറി കാണിക്കാൻ കഴിയത്തില്ല. പക്ഷേ ഇതിൻ്റെ ബാക്ക് ഭാഗമൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. കൂട്ടുകാരെ, നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം പ്രമാടം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇൻഡോർ സ്റ്റേഡിയമാണ്. അതിൻ്റെ ബാക്ക് ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വളരെ മനോഹരമായ ഒരു വ്യൂ തന്നെയാണ് കേട്ടോ ഇവിടെ. ഈ ഇതിൻ്റെ മുൻവശത്തായിട്ട് നമ്മുടെ സുജിത്തേട്ടൻ്റെ ഒരു കടയും ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഒരു പുഴുക്ക് കടയും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളതായത് ഇപ്പോൾ എങ്ങും കാണാൻ കഴിയാത്ത കുറച്ച് വളരെ രസകരമായിട്ടുള്ള കുറച്ച് നല്ല കാഴ്ചകൾ ഇവിടെ ഉണ്ട്. ഇതുപോലുള്ള തോടും ഉള്ളതാ, നോക്കി അടിപൊളി തോടല്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കാണാൻ കിട്ടാത്ത കാര്യങ്ങൾ തന്നെയാണ്. ഇതാ ഇങ്ങനെ നല്ല വഴി, ഇങ്ങനെ ഒരു സൈഡ് വാരം പോകുന്ന ഒരു കുഞ്ഞു തോട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ സപ്ലൈകോയുടെ ഓഫീസുണ്ട്. അതല്ലാതെ അവിടെ ഇത് നോക്കിയാൽ വാഴത്തോട്ടം. ഇതൊക്കെ ഇത് സത്യം പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയുടെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറയേണ്ടി വരും. നമ്മളെവിടെ പോവുകയാണെങ്കിലും നല്ല പച്ചപ്പും കാര്യങ്ങളും, പിന്നെ അത് കൂടാതെ തന്നെ ഇതുപോലുള്ള തോട്ടങ്ങളും, പിന്നെ തോട്, വയൽ, പിന്നെ പണ്ട് കാലങ്ങളിലുള്ള വീട്, അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും, എനിക്ക് തോന്നുന്നു പത്തനംതിട്ട കണക്കുള്ള ജില്ലകളിലൊക്കെ വരേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഏരിയയിൽ, നമ്മുടെ ചുള്ളുമാൻ്റെ നെടുമങ്ങാട് ആ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ കാണണമെങ്കിൽ വളരെ കുറവാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കൊരു വിഷ്വൽ എടുത്തതേ ഉള്ളൂ. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം, അവരുടെ ഗ്രൗണ്ടാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ നേരെ പ്രമാടം മെയിൻ റോഡിലോട്ടാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രമാടം മെയിൻ റോഡിൽ കയറുമ്പോഴത്തേക്കാണ് നമ്മുടെ സുജിത്ത് ചേട്ടൻ്റെ പുഴുക്ക് കട. നമ്മളിന്ന് മുൻപ് വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ പുഴുക്കടയെക്കുറിച്ച്. അപ്പോൾ എന്നാൽ നമ്മൾ ഇന്നൊരു ഒരു പരസ്യം എന്നുള്ള രീതിയിൽ നമ്മൾ അവിടുത്തെ ഇങ്ങനെ ഒരു സംരംഭം നിങ്ങളെല്ലാവരും അറിയിക്കണമല്ലോ എന്നുള്ള രീതിയിലാണ് ഇന്നും കൂടെ ഞാൻ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയം, പ്രമാട ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ മുൻവശത്തായിട്ടാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇപ്പോൾ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ മുൻവശത്തായിട്ടാണ് നമ്മുടെ ഈ പുഴുക്ക് കട എന്ന് പറയുന്നത്, നമ്മുടെ രാഘവൻ ചേട്ടൻ്റെ പുഴുക്ക് കട എന്ന് പറയുന്ന ഈ കട സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ കടയെന്ന് പറയുമ്പോഴത്തേക്ക് സുജിത്ത് ചേട്ടൻ്റെ സഹോദരി ഭർത്താവും അങ്ങനെ അവരെല്ലാവരുടെയൊക്കെ ചേർന്നാണ് ഈ കട നടത്തുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കട എന്ന് പറഞ്ഞാൽ പുഴുക്കുകളുടെ ഒരു കട. നമ്മുടെ ചീനിക്കിഴങ്ങ് അല്ലെങ്കിൽ മരിച്ചീനി, പിന്നെ കപ്പ എന്ന് പറയുന്ന ഐറ്റം, പിന്നെ വാഴക്ക പുഴുങ്ങിയത്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഐറ്റംസ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചേച്ചിയുടെ വാക്കുകളിലേക്ക് പോവാം. വാഴക്കപ്പഴം പുഴുങ്ങിയത്. രാവിലെ എപ്പോഴാണ് കട തുറക്കുന്നത്? രാവിലെ വൈകിട്ട് 8 മണി വരെ ഉണ്ട്. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെ. എങ്ങനെ റേറ്റ്? ഇപ്പോൾ 50 രൂപ. കാപ്പിയും കൂടെ ഉണ്ടെങ്കിൽ 60 രൂപ. അപ്പോൾ ഒരു പ്ലേറ്റിന് എത്ര രൂപയാണ്? 50 രൂപ. 50 രൂപ. പ്ലേറ്റിന് 50 രൂപ. കാപ്പിയുടെ ഉണ്ടെങ്കിൽ 60 രൂപ. ഓക്കെ, ചുക്ക് കാപ്പിയാണോ നാടൻ കാപ്പി? ചുക്ക് കാപ്പിയാണോ? ഇത്ര ഐറ്റംസ് ആണ് ഒരു പ്ലേറ്റ് ഉൾപ്പെടുന്നത് അല്ലേ? കൂട്ടുകാരെ, നിങ്ങളിപ്പോൾ കേട്ടത് നമ്മുടെ സുജിത്ത് കോന്നി എന്ന് പറയുന്നത് സുജിത്ത് ചേട്ടൻ്റെ സഹോദരിയുടെ ശബ്ദങ്ങളാണ് കേട്ടോ. അപ്പോൾ സഹോദരി പറഞ്ഞ കാര്യങ്ങളാണ്.
അപ്പോൾ ഇവിടെ നമ്മുടെ കപ്പ, ചീനിക്കിഴങ്ങ്, പിന്നെ അതല്ലാതെ ചേന, ചേമ്പ്, വാഴയ്ക്ക പുഴുങ്ങിയത്, ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസിനും കൂടെ ഓരോ 2-3 പീസ് വെച്ച് ഒരു പ്ലേറ്റിൽ തരുന്നത് 50 രൂപയും, പിന്നെ ഒരു കാപ്പിക്ക് ചുക്ക് കാപ്പിയാണ്, ചുക്ക് കാപ്പിക്ക് 10 രൂപ, അങ്ങനെ മൊത്തം 60 രൂപയാണ് നിങ്ങൾക്ക് ഈടാക്കുന്നത്. ഇത് കൂടാതെ മുളക് ചമ്മന്തി, തൈര് ചമ്മന്തി, പിന്നെ അല്ലാതെ അങ്ങനെയുള്ള ഒരുപാട് ചമ്മന്തി ഐറ്റംസ്, 2-3 ഐറ്റം ചമ്മന്തിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരാനിരുന്ന കാഴ്ചകൾ. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ സുജിത്ത് ചേട്ടൻ നിങ്ങൾക്ക് വഴിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ സുജിത്ത് ചേട്ടൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോയാലോ? അപ്പോൾ പോയിട്ട് വരാം. കോന്നിയിൽ നിന്ന് വരുമ്പോൾ ആനക്കൂട് റൂട്ടാണ് നമ്മുടെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം. അത് കഴിഞ്ഞ് പൂങ്കാവ്, പത്തനംതിട്ട വള്ളിക്കോട് റൂട്ട്. പുഴുക്ക് കഴിച്ചിട്ടേ പോകാവേ. അപ്പോൾ കൂട്ടുകാരെ, ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ചാൽ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ കാണാൻ കഴിയുന്നതായിരിക്കും.